എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് ബാഗ് തയ്ക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് ഈ കുടയാണ് കേട്ടോ. ഈ കുട വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ബാഗ് തയ്ക്കുന്നത്. അപ്പോൾ ഈ കുട പഴയ കുടയാണ് കേട്ടോ, പോയ കുടയാണ്. നമുക്ക് ആ കുടയുടെ ആ തുണി എടുത്തിട്ട് നമുക്ക് അടിപൊളി ഒരു ബാഗ് അങ്ങ് തയ്ച്ച് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് ഈ സ്പൈഡർമാൻ്റെ ഒക്കെ പിക്ചേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതുപോലെ പോയ കുടകളൊക്കെ ഉണ്ടെങ്കിൽ, പോയ കുടയെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സ്പൈഡർമാൻ്റെ ഒക്കെ കുടകൾ കുട്ടികൾ 2ലും 3ലും ഒക്കെ പഠിക്കുമ്പോൾ ഇതുപോലത്തുള്ള കുടകളൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ കമ്പിയൊക്കെ പോയി ഒടിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ വേറൊന്നും നോക്കണ്ട, നമുക്ക് അത് വെച്ച് അടിപൊളി ബാഗ് അവർക്ക് അങ്ങ് തയ്ച്ചു കൊടുക്കാം. അവർ പിന്നെ അത് ഇട്ടുകൊണ്ട് നടന്നോളൂ. എന്തായാലും ഞാൻ ആ കമ്പിയിൽ നിന്ന് അതിൻ്റെ തുണിയല്ലേ അത് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനതിപ്പോൾ ഒരു 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുടയുടെ തുണി അവർ തയ്ച്ച് വെച്ചിങ്ങനെ കോണായിട്ടല്ലേ, അപ്പോൾ നമുക്ക് ആ കോണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ സ്പൈഡർമാൻ്റെ ആ പിക്ചേഴ്സ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ. അതിൻ്റെ ഫുള്ള് നമുക്ക് വേണ്ട ഒരു ബാഗ് തയ്ക്കാൻ, ഇതിൻ്റെ പകുതി മതി. പകുതി നമുക്ക് മാറ്റി വെച്ചേക്കാം, അടുത്ത് എന്തെങ്കിലും നമുക്ക് തയ്ക്കാം കേട്ടോ. അപ്പോൾ പകുതി ഭാഗം ഞാനിങ്ങനെ പീസായിട്ട് കോണോട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ കുടയിൽ തയ്ച്ച് വെച്ചത് കേട്ടോ. ആ രീതിക്ക് തന്നെ ഞാനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള തുണി വേണം കേട്ടോ. അപ്പോൾ 2 പീസ് ഇതുപോലത്തെ തുണി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തുണിയുടെ അളവ് ഞാൻ പറയാം, എത്ര ഇഞ്ച് ഇറക്കത്തിലാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് 18 ഇഞ്ച് നീളമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി വന്നിട്ട് 15 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഈ ഒരളവിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു പീസ് മാറ്റി വെക്കുക, അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ കുടയുടെ തുണി ഉണ്ടല്ലോ, അതിങ്ങനെ കോണോടായിട്ട് വെച്ചാണ് തയ്ച്ചെടുക്കുന്നത്. നമുക്ക് ആ പ്ലെയിൻ തുണിയിൽ ഈ കുടയുടെ തുണി നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ്റെ തലയൊന്നും പോകില്ല കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പായിട്ട് വെച്ചിട്ട് വേണം ഇത് നമുക്ക് ഫുള്ളായിട്ട് ആ തുണിയിൽ നമ്മൾ ഇതെല്ലാം വെച്ച് തയ്ച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി നമുക്ക് തയ്ക്കാം കേട്ടോ. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഓരോ പീസ് എടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ള തുണി മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം നമുക്ക് ഈ കുടയുടെ തുണി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഗോൾഡൻ കളർ തുണി ഉണ്ടല്ലോ, അതേപോലെ ഒരു പീസ് കൂടെ ഉണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ തയ്ച്ച് വെക്കുന്നില്ല, ഈ ഒരൊറ്റ പീസിൽ മാത്രമേ ഇതുപോലെ തയ്ച്ച് വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുടയുടെ തുണി എന്ന് പറയുമ്പോഴത്തേന് ഇതിങ്ങനെ കോണോടൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. നേരെ വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഈ സ്ക്വയർ ആയിട്ടുള്ള തുണിയിൽ അത് നമുക്ക് മൊത്തം വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ പീസ് എടുത്ത് നമുക്ക് ആ ഒരു സ്പൈഡർമാൻ നിൽക്കുന്ന രീതിയൊക്കെ ഷേപ്പ് അനുസരിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം ഒരെണ്ണം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അടുത്ത പീസും എടുത്ത് അതിൻ്റെ മേളിലേക്ക് വയ്ക്കുക. ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് നേരെ തയ്ച്ച് കൊടുത്തിട്ട് പിന്നെ തിരിച്ചിങ്ങനെ അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. നമ്മുടെ ആ കുടയുടെ ഒരു ഭാഗത്ത് സ്പൈഡർമാൻ എഴുതിയ ആ ലെറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കറക്റ്റ് സെൻറ്ററിലായിട്ട് നമുക്ക് തയ്ച്ച് വെച്ച് കൊടുക്കുക. അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ 4 മൂലയൊന്ന് ആദ്യം ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ. തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ആ സ്ക്വയറായിട്ടുള്ള തുണിയിൽ മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചുകൂടെ സൈഡിലൊക്കെ ഇനി നമ്മുടെ ഈ കുടയുടെ തുണി തയ്ച്ച് വെക്കാനുണ്ടേ. അപ്പോൾ ഞാൻ അടുത്ത പീസ് എടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ നമ്മുടെ സ്പൈഡർമാൻ എഴുതിയത് ലെറ്റേഴ്സ് കണ്ടത്. അപ്പോൾ അത് കളയണ്ട, അത് നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ തയ്ച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ നടുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് നമുക്കത് കട്ട് ചെയ്തെടുത്ത് ആ സ്പൈഡറിൻ്റെ പിക്ചറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ബാക്കിയുള്ള സ്ഥലത്തായിട്ട് തയ്ച്ച് ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്കൊന്ന് കവർ ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മളിതാ ആ പ്ലെയിൻ തുണിയിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ പിക്ചേഴ്സ് മുഴുവൻ നമ്മളതിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ വീതിക്കൊന്ന് മടക്കി തയ്ക്കണം. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് കുറച്ച് ഭാഗം ഇതുപോലെ ചെറിയ വീതിയിലൊന്ന് മടക്കി തയ്ക്കണം. അതിൻ്റെ ഈ സൈഡ് പോലെ തന്നെ അടുത്ത സൈഡും ആദ്യം ഒന്ന് തയ്ക്കണേ. അത് കഴിഞ്ഞ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 1.5 ഇഞ്ച് വീതിക്കൊന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ ഒരു സൈഡ് ഞാൻ തയ്ച്ച് കഴിഞ്ഞു. അതേപോലെ തന്നെ അടുത്ത സൈഡ് ഒരുപാട് താഴോട്ട് തയ്ച്ച് പോകണ്ട, കുറച്ച് ഭാഗം നമുക്ക് ഈ മടക്കി വെക്കാനുള്ള ഭാഗം മാത്രമാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മടക്കുക. ഞാൻ ടേപ്പ് വെച്ച് കാണിച്ചിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിലാണ് നമ്മളിത് മടക്കുന്നത്. 1.5 ഇഞ്ച് വീതിയിൽ അത് മടക്കിയിട്ട് അവിടുന്ന് നേരെ അങ്ങ് ഒരു പടി പോലെ അങ്ങ് തയ്ച്ച് വെക്കുകയാണ്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇനി നമുക്ക് ഇതേപോലെ പ്ലെയിൻ ആയിട്ടൊരു തുണിയുണ്ട്, ഈ സെയിം അളവിൽ ഒരു തുണിയും കൂടെ ഒരു പീസ് കൂടെ ഉണ്ട് കേട്ടോ. അത് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ട് ഇതേപോലെ ഒന്ന് പടിയൊന്ന് മടക്കി തയ്ച്ചെടുക്കണേ. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. ഈ ഒരു പീസിൽ ചെയ്യുന്ന പോലെ തന്നെ അടുത്ത പീസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഒരു വശം നമ്മൾ ഇതുപോലെ വീതിക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട്, പടി പോലെ തയ്ച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു പീസ് ഉണ്ടല്ലോ പ്ലെയിൻ ആയിട്ടുള്ളത്, അതെടുത്തിട്ട് അതിൻ്റെ ഇതേപോലെ തന്നെ ഇപ്പോൾ ഇത് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിൽ നമ്മൾ ആ കുടയുടെ തുണി തയ്ച്ച് വെക്കുന്നില്ല കേട്ടോ. ഇത് ഈ ഒരു പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ രണ്ട് സൈഡും ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ട് ഒരു സൈഡ് വീതിക്ക് പടി മടക്കി തയ്ക്കണം കേട്ടോ. ഇതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു പീസിൽ കേട്ടോ. അപ്പോൾ ഇനി എന്നാ നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നമുക്ക് വള്ളി വേണം. അപ്പം വള്ളിക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പീസ് ഇങ്ങനെ രണ്ട് പീസും കൂടെ വെച്ച് നമുക്ക് തയ്ക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള വള്ളിക്കുള്ള തുണി എടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഗോൾഡൻ കളർ തുണി എടുക്കാം കേട്ടോ. അതിൽ നിന്ന് നമുക്ക് 2 വള്ളിയായിട്ട് എടുക്കണേ. അപ്പോൾ ഒരു വള്ളിയുടെ നീളം ഞാൻ പറയാം. നമുക്ക് 46 ഇഞ്ച് നീളത്തിൽ വേണം വള്ളി എടുക്കാനേ. വള്ളി എന്ന് പറയുമ്പം നമ്മൾ വലിയ വീതിയിലുള്ള വള്ളിയല്ല കേട്ടോ. ചെറിയ നമ്മുടെ പാവാടയ്ക്ക് നമ്മുടെ അണ്ടർ സ്കേർട്ടിനൊക്കെ ഇടുന്ന വള്ളി ഉണ്ടല്ലോ അല്ലേ, ആ ഒരു വീതിയിൽ വേണം നമുക്ക് ഈ വള്ളി തയ്ച്ചെടുക്കാം. അപ്പോൾ ഒരു പീസും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഒരു 46 ഇഞ്ച് നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുത്തോണം. 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ചെറിയ വീതിയിലൊന്ന് നമുക്ക് വള്ളി തയ്ച്ചെടുക്കണം. അപ്പോൾ വള്ളി തയ്ക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ വള്ളിക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ആ കുടയുടെ തുണിയിൽ നിന്നും കുറച്ച് നീളത്തിൽ കുറച്ച് തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മടക്കി തയ്ക്കേണ്ട വീതി ഒന്ന് കാണിച്ചു തരികയാണെങ്കിൽ നമ്മുടെ ഈ വള്ളിക്ക് ഇത് കണ്ടതുപോലെ ചെറിയ വീതിയിൽ വേണം മടക്കി തയ്ച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ കുടയുടെ തുണിയിൽ നിന്നും കുറച്ച് നീളത്തിൽ ഒന്ന് തുണി കട്ട് ചെയ്തെടുക്കണേ. അതും ഇപ്പം ഞാൻ കാണിച്ച ആ വീതിയിൽ തന്നെ മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ മടക്കിയിട്ട് അതും തയ്ച്ചെടുക്കണേ. അപ്പം ഞാനിവിടെ തയ്ച്ചത് കാണിച്ചിട്ടില്ല, അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിങ്ങനെ മടക്കി എടുത്ത് കഴിയുമ്പോൾ ഇതേ നീളത്തിൽ കിട്ടുന്ന രീതിയിൽ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആ കുടയുടെ തുണിയാണ് തയ്ച്ച് അതേപോലെ എടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബാഗിനുള്ള വള്ളിയും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 46 ഇഞ്ച് നീളത്തിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്പൈഡർമാൻ്റെ ഒക്കെ പിക്ചർ തയ്ച്ച് വെച്ചിരിക്കുന്ന ആ തുണി എടുക്കുക. പിന്നെ ആ പ്ലെയിൻ ആയിട്ടുള്ള തുണി എടുക്കുക. അപ്പോൾ അത് താഴെ ഇതുപോലെ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ചെറിയ 2 വള്ളി തയ്ച്ചെടുത്തിട്ട് അത് ഇതുപോലെ മടക്കി വെച്ച് അത് ക്ലോസ് ചെയ്തായിരുന്നു. അതിങ്ങനെ 2 സൈഡിലായിട്ട് ഇതുപോലെ വയ്ക്കുക. താഴ്ഭാഗത്ത് നമ്മുടെ ബാഗിൻ്റെ താഴ്ഭാഗത്താണ് അത് വെക്കുന്നത്. അതിനുശേഷം ഈ ഒരു പീസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇനി നമുക്കിതിൻ്റെ 3 സൈഡ് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യുന്നത് മുകളിൽ നമ്മൾ ആ പടി തയ്ച്ചേക്കുന്നതിൻ്റെ താഴെ തൊട്ട് വേണം ഇത് ക്ലോസ് ചെയ്യാനായിട്ട് 3 സൈഡ്. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തുകൊണ്ട് വരാം നമുക്കിനി.
ഇനി നമ്മുടെ ബാഗിൻ്റെ വള്ളി എടുക്കുക, അതിൻ്റെ ഒരു സൈഡിൽ ഒരു പിന്ന് കുത്തുക. പിന്ന് കുത്തിയതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഈ വള്ളി ഇട്ടിട്ട് അടുത്ത സൈഡിൽ കൂടെ ഇത് പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് 2 വള്ളി നമുക്ക് ഈ ബാഗിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഈ വള്ളി ഇടുന്നതിൽ ശ്രദ്ധിക്കണം കേട്ടോ. ഈ 2 വള്ളി നമ്മൾ ഇടുന്നതിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാഗ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ശരിയായ രീതിയിൽ ക്ലോസ് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ ഇതാ വള്ളി അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി പുറത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വള്ളി എങ്ങനെയാണ് ഇടുന്നതെന്ന് ശ്രദ്ധിച്ചോണേ. ഇതാ അടുത്ത വള്ളിയിൽ നമ്മൾ പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ്ട ഈ സൈഡിൽ നിന്നാണ് കയറ്റുന്നത്. ഈ സൈഡിൽ കൂടെ നമ്മൾ ആ സ്പൈഡർമാൻ്റെ പിക്ചേഴ്സ് വരുന്നില്ല, അതിലേക്ക് കൂടെ കറങ്ങിപ്പോയിട്ട് നമ്മുടെ ആ ഗോൾഡൻ കളറിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ കറങ്ങി വന്ന് അവിടെ നിന്നാണ് പുറത്തിറങ്ങി അടുത്ത വള്ളി വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഒരേ സ്ഥലത്തൂടെ തന്നെ 2 വള്ളി ഇട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ അത് ശരിയാകാതെ വരും. നമ്മളിങ്ങനെ ബാഗ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ വള്ളി വലിച്ചിട്ടാണ് ഇങ്ങനെ ബാഗ് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത്. ഇത് ഏത് ബാഗാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ റോപ്പ് ബാഗാണ് നമ്മളിത് തയ്ക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പ് ഈ സെയിം നമ്മുടെ ഗോൾഡൻ കളറ് തുണിയുണ്ടല്ലോ, ആ തുണി വെച്ചിട്ട് ഞാൻ ഈ നമ്മുടെ റോപ്പ് ബാഗ് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിൽ കൂടെ ഇതാ വള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ പിടിച്ച് നമ്മളിത് വലിക്കുമ്പോഴത്തേനും നമ്മുടെ ബാഗ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിട്ടും. ഇങ്ങനെ വരണം. ഇനി നമുക്ക് ആ 2 സൈഡിൽ നിന്ന് നമ്മൾ വള്ളി ഇങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ താഴെ നമുക്ക് ആ വള്ളി ഇടാനായിട്ട് നമ്മൾ ചെറിയ 2 വള്ളി ഇതാ മടക്കി തയ്ച്ച് വെച്ചിട്ടില്ലേ താഴെ ഭാഗത്ത്, ആ വള്ളിയുടെ ഉള്ളിലേക്ക് നമുക്ക് ഈ വള്ളി ഇതാ ഇങ്ങനെ കയറ്റിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യണം. ഇതിങ്ങനെ ഒരുപോലെ നമുക്ക് എടുത്ത് വെച്ചിട്ട് അവിടെ അങ്ങ് ക്ലോസ് ചെയ്താൽ മതി കേട്ടോ. തൽക്കാലം ഞാൻ അവിടെ പിന്ന് കുത്തി വെക്കുകയാണ്. ക്ലോസ് ചെയ്തിട്ട് കാണിക്കാവേ. അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു വള്ളി കയറ്റുക, എന്നിട്ട് അതും അവിടെ അങ്ങ് ക്ലോസ് ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ റോപ്പ് ബാഗിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ അത്രയും ഒന്ന് ചെയ്തുകൊണ്ട് വരാം. അവിടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ ബാഗ്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് ഇതാ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പഴയ ഒരു കുട ഇപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്പൈഡർമാൻ്റെ നമ്മുടെ റോപ്പ് ബാഗായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കുട്ടികളുടെ പഴയ കുടകളൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തെടുത്ത് കൊടുക്കുക. അവർക്ക് ഭയങ്കര സന്തോഷമാകും. സ്പൈഡർമാനെയൊക്കെ കാണുമ്പോഴത്തേനും അവർ ആ ബാഗ് പിന്നെ താഴെ വെക്കത്തില്ല, അത് കൊണ്ട് നടന്നോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേ കുറച്ച് ബുക്കൊക്കെ വെച്ച് ഞാൻ ഇതിട്ട് കാണിക്കാം കേട്ടോ. അടിപൊളി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഇന്ന് ഞാൻ ഈ കുട വെച്ചിട്ട് ബാഗ് തയ്ക്കണമെന്നൊന്നും വിചാരിച്ചില്ല. എന്തോ സാധനം ഞാനിങ്ങനെ തപ്പി ചെന്നപ്പോൾ ഈ കുടയുടെ കാല് പോയിട്ട് ഇങ്ങനെ നമ്മൾ മടക്കി ഒരു എടുത്ത് വെച്ചിരിക്കുകയാണ്. റെഡിയാക്കാനൊന്നും കൊണ്ടുപോയില്ല. ഇത് മോടെ 2ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് മേടിച്ചായിരുന്നു കേട്ടോ. അന്നേരം അത് കമ്പിയൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരുന്നായിരുന്നു. പിന്നെ ഇന്ന് പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഈ സ്പൈഡർമാൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നു, അയ്യോ ഇത് വെച്ചിട്ട് നമുക്ക് ഈ റോപ്പ് ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകില്ല. ഇതേപോലത്തെയൊക്കെ റോപ്പ് ബാഗ് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, സ്പൈഡർമാൻ്റെ ഒക്കെ പിക്ചറുള്ളത്. അപ്പോൾ നമ്മുടെ കുട വെറുതെ എന്തിനാണ് കളയുന്നത്, ഇതിങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് നമ്മളങ്ങ് ചിന്തിച്ചു ഇതാ തയ്ച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ബുക്കൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഇട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ? അടിപൊളി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്പൈഡർമാൻ എഴുതിയിരിക്കുന്ന കറക്റ്റ് ലെറ്റേഴ്സ് നമ്മൾ ആ കറക്റ്റ് ഇതാ ആ സെൻറ്റർ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈഡർമാൻ്റെ ആ പിക്ചേഴ്സും കറക്റ്റായിട്ട് നമുക്ക് ആ നടുക്ക് ഭാഗത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തയ്ച്ച ഒരു റോപ്പ് ബാഗാന്ന് പറയത്തില്ല. ശരിക്കും പറഞ്ഞാൽ കടയിൽ ചെന്ന് മേടിക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് പഴയ കുടയിൽ നിന്നും ആ തുണിയെടുത്ത് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പഴയ കുട ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലത്തെ റോപ്പ് ബാഗൊക്കെ തയ്ച്ച് കൊടുക്കുക കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ.